ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോണേ. ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മുടെ ഈ ഒരു ആർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് പെൻസിൽസ്. അപ്പോൾ പെൻസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എഴുതാൻ യൂസ് ചെയ്യുന്ന പെൻസിൽസ് യൂസ് ചെയ്തിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് ചെയ്യുക. അതിന് ഇതുപോലെ പല ഷെയ്ഡ്സുള്ള പെൻസിൽസ് വേണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് പല ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ്സ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇത് ബ്രിസ്റ്റോണിൻ്റെ പെൻസിൽസാണ്. അപ്പോൾ ഇതിൽ 2H മുതൽ 10B വരെയുള്ള ഗ്രേഡുള്ള പെൻസിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് തന്നെ വാങ്ങണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 5 or 6 പെൻസിൽസുള്ള സെറ്റ് വാങ്ങിച്ചാലും മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോ ഷെയ്ഡ്സ് 2H മുതൽ 10B വരെ എന്തിനാണ് ഇത്ര അധികം ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ ഇത് ആർട്ട് ലൈൻ്റെ പെൻസിൽസാണ് കേട്ടോ, ആർട്ട് ലൈൻ്റെ പെൻസിൽസാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കാം. ഇതിൽ 7 പെൻസിൽസാണ് ഉണ്ടാവുള്ളൂ. മറ്റേ ബ്രിസ്റ്റോണിൻ്റെ പോലെ കുറേ വെറൈറ്റീസ് ഇല്ല, എന്നാൽ അത്യാവശ്യം വരയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പെൻസിൽ സെറ്റായാലും മതി. ഇതിൽ കുറച്ച് ഗ്രേഡ്സ് ഉള്ളൂ, മീൻസ് HB തൊട്ട് HB 2B 4B 6B അത്ര ഷെയ്ഡ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നോർമൽ HB പെൻസിൽ നമ്മൾ സാധാരണ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന പെൻസിൽസാണ് HB പെൻസിൽ നമ്മൾ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനൊക്കെ താഴെയുള്ള ഗ്രേഡാണ് 2H. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് ഏത് ഗ്രേഡുള്ള പെൻസിലാണ്. അപ്പോൾ അത് മാഞ്ഞു പോയി എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം തന്നെ 2H എന്ന് പറഞ്ഞ ഷെയ്ഡുള്ള പെൻസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. 2H എന്ന് പറയുന്നത് HBനേക്കാളും ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളതായിരിക്കും. മീൻസ് 2H അത് രണ്ടും HBനേക്കാൾ ലൈറ്റ് ഷെയ്ഡായിരിക്കും. പിന്നെ HB കഴിഞ്ഞിട്ട് വരുന്നതാണ് 2B 4B 6B 8B അങ്ങനെ വരും. അപ്പോൾ അതങ്ങനെ പോകുന്തോറും ഷെയ്ഡ് കൂടി വരും. അപ്പോൾ HBനേക്കാൾ ഷെയ്ഡ് കൂടുതലായിരിക്കും 2Bക്ക്, 2Bനേക്കാൾ ഷെയ്ഡ് കൂടുതലായിരിക്കും 4Bക്ക്, അങ്ങനെയായിരിക്കും പോണ്ടാവുക. പക്ഷേ HBനൊക്കെ താഴെയാണ് 2Hഉം Hഉം വരുന്നത്. അപ്പോൾ ഇത് 2H എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും വളരെ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണിത്. HB പെൻസിലിനേക്കാളും ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് കളേഴ്സാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യണത്, എന്നിട്ടും ആ ഒരു കളർ വരണോ മീൻസ് നിയർലി ആ വൈറ്റിഷ് കളർ തന്നെയാണ് അതിൽ, ആ പേപ്പറിൻ്റെ വൈറ്റ് തന്നെയാണ് കാണാനായിട്ട് വരുന്നത്. കാരണം അത്രയും ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഈ 2H എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ലൈറ്റായിട്ടുള്ള പോർഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെൻസിൽസ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് നെക്സ്റ്റ് H എന്ന് പറഞ്ഞ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 2Hനേക്കാളും ഡാർക്കായിരിക്കും, പക്ഷേ HBനേക്കാളും ലൈറ്റായിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ നോർമൽ പ്രഷർ കൊടുത്തിട്ടാണ്, ഒരുപാട് ഞാൻ അമർത്തി ചെയ്യണില്ല, നോർമൽ പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കണ്ടോ, മറ്റേതിനേക്കാളും ചെറിയൊരു കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുക്കേണ്ട പോർഷൻസൊക്കെ നമുക്ക് ഈ H യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചില സമയത്ത് ഫേസ് പിന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഷെയ്ഡ്സ്, ഇപ്പോൾ ഒരു ഫേസൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്രേറ്റ്സൊക്കെ വരയ്ക്കുമ്പോൾ ആളുടെ കണ്ണിൻ്റെ ഉള്ളിലെ ഷെയ്ഡൊക്കെ കൊടുക്കാനായിട്ട് ഈ H ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ H എന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡാണ് H എന്ന് പറഞ്ഞ ഗ്രേഡ് വരുന്നത്. ഇനി നെക്സ്റ്റാണ് HB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതാനൊക്കെ യൂസ് ചെയ്യണ പെൻസിൽസ് ഇല്ലേ, നമ്മൾ സാധാ യൂസ് ചെയ്യണ പെൻസിൽസ് എല്ലാതും HB ഗ്രേഡിലുള്ളതായിരിക്കും. ഈ HB എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എഴുതുന്ന പെൻസിൽസിലൊക്കെ ഏകദേശം ആ ഡാർക്ക്നെസ് നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ഡാർക്ക്നെസ്സിലായിരിക്കും ഉണ്ടാവാം. അപ്പം അത് പക്ഷേ ഇപ്പോൾ ചില ഈ ബ്രാൻഡുകൾ തമ്മിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മീൻസ് ഏതിനൊക്കെ ഡാർക്ക് കൊടുക്കണം ഏതിനൊക്കെ ലൈറ്റ് കൊടുക്കണം എന്നറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഷെയ്ഡ്സ് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ HB ഷെയ്ഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും Hനേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ് നമ്മുടെ HB എന്ന് പറഞ്ഞ ഷെയ്ഡ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഷെയ്ഡാണ് B എന്ന് പറഞ്ഞ ഷെയ്ഡ്. അത് HBനേക്കാളും ഡാർക്കറാണ്. അപ്പോൾ B എന്ന് പറഞ്ഞ ഷെയ്ഡ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് HBനേക്കാളും ഡാർക്കായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതുപോലെ ബോക്സസ് വരച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഷെയ്ഡ്സും മുകളിൽ ആ ഒരു ഷെയ്ഡ് എഴുതിയിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ട് ഫോട്ടോ ചേച്ചിക്ക് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഷെയ്ഡ് ചെയ്യുമ്പോൾ കണ്ടോ ഇടയിൽ ഒരു വൈറ്റ് കളറും കാണാത്ത രീതിയിൽ ഷെയ്ഡ് ചെയ്യുക. നമ്മൾ ഓരോ സ്ട്രോക്സ് ഇടുമ്പോഴും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് 2B ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ 2B എന്ന് പറയുന്നത് ബീനേക്കാളും കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ്.
അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇടയിൽ ഈ ഓരോ സ്ട്രോക്സ് വരയ്ക്കുമ്പോൾ അടുത്തടുത്തായിട്ട് വരയ്ക്കുക. ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക്. അപ്പോൾ കുറേ പേരുടെ ഡ്രോയിങ്സ് കണ്ടപ്പോൾ, ഇന്നലത്തെ ഡ്രോയിങ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇടയിൽ ഒരു ലൈൻ ഇട്ടിട്ട് പിന്നത്തെ ലൈൻ ഇടുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ എടുക്കാൻ പോണത് 2B കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 3B. അപ്പോൾ 3B എന്ന് പറഞ്ഞ ഷെയ്ഡ് 2Bനേക്കാളും ഡാർക്ക്. ഇനി അങ്ങോട്ട് ഉള്ളത് ഇങ്ങനെ കൂടി വരുന്നവരും ഡാർക്ക് കൂടി വരും. മീൻസ് 2B കഴിഞ്ഞാൽ 3B, 3B കഴിഞ്ഞാൽ 4B, 4B കഴിഞ്ഞാൽ 5B, അങ്ങനെ കൂടുന്തോറും അപ്പോൾ പെൻസിലിൻ്റെ ഡാർക്ക്നെസ്സും കൂടി വരും. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ കൂടി വരും. അപ്പോൾ 3B നിങ്ങൾ നോക്കി നോക്കൂ, കണ്ടോ 2Bനേക്കാളും ഡാർക്കറായിട്ടുള്ള ഷെയ്ഡാണ് 3B. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നിങ്ങൾ ആദ്യം തന്നെ ഇത് ഓരോ ഷെയ്ഡ്സ് ഇതുപോലെ എല്ലാത്തിനും സെയിം പ്രഷർ കൊടുത്തിട്ട് വേണം നിങ്ങൾ കളർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 3B ഒരു പ്രഷർ കൊടുത്തു, പക്ഷേ 2B അതിനേക്കാൾ നന്നായി അമർത്തി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവില്ല. എല്ലാ പെൻസിൽസും ഷെയ്ഡ് ചെയ്യുമ്പോൾ കയ്യിൽ സെയിം പ്രഷർ ആയിരിക്കണം. ആ പ്രഷർ കൺട്രോൾ പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു സെയിം പ്രഷർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് 4B. അപ്പോൾ 4B നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3Bനേക്കാളും കുറച്ചും കൂടി ഡാർക്കറാണ് 4B. കണ്ടോ ആ ഒരു ഇൻക്രീസിങ് ആയിട്ടുള്ള ആ ഒരു ഓർഡർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. 2H മുതൽ HB, B, 2B, 3B, 4B കണ്ടോ. അതും ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ കണ്ടോ എത്ര ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഷെയ്ഡ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇതുപോലെ ബോക്സസ് വരച്ചിട്ട് പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കൈക്ക് ഒരു കൺട്രോൾ കിട്ടും. പിന്നെ ഓരോ ഷെയ്ഡ്സും നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ബോക്സസ് വരയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പെൻസിൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ള പെൻസിൽസ് വെച്ച് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലാവുമ്പോഴേക്കും ഇതിൻ്റെ പെൻസിൽസ് മാക്സിമം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ക്ലാസ് അതിനാണ് ഇന്നത്തെ ക്ലാസ് തരുന്നത്. അപ്പോൾ ഓരോ ആർട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ഷെയ്ഡ്സ് എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഓരോ ഷെയ്ഡ്സും ഇങ്ങനെ പരിചയപ്പെടാം. ഇപ്പോൾ 5B കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 6B ആണ്. അപ്പോൾ 6B എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ നല്ല ഡാർക്കറായിട്ടുള്ള പോർഷൻസാണ്, പെൻസിൽസാണ്. അപ്പോൾ കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നോക്കിയേ മറ്റേ പെൻസിലിനെയൊക്കെ അപേക്ഷിച്ച് നല്ല ഡാർക്കറായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഷെയ്ഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കുറച്ചും കൂടി ഇങ്ങനെ ബ്ലെൻഡായി ഒക്കെ വരാനായിട്ട് സുഖമായിട്ടുള്ള പെൻസിൽസാണ് ഈ 6B, 8B, 10B ഒക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിൽസ് ആയിരിക്കും. അപ്പോൾ മറ്റേതൊക്കെ ഒത്തിരി കൂടി ഹാർഡായിരിക്കും. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു റഫ്നെസ് തോന്നും. പക്ഷേ 6B ഒക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകും. ഇനി 6B കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരുന്ന ഷെയ്ഡാണ് 8B എന്ന് പറഞ്ഞ ഷെയ്ഡ്. അപ്പോൾ അത് 6Bനേക്കാളും കൂടുതലുള്ളതായിരിക്കും. 6B കഴിഞ്ഞിട്ട് 7B ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 8B വരുന്നത് കേട്ടോ. അപ്പോൾ 7B നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ ഒരു ബോക്സുകൾ വരച്ചിട്ട് ഇതുപോലെ നിങ്ങൾ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ഓരോ സിംഗിൾ സ്ട്രോക്സ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ച് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പലതരത്തിലുള്ള ഷെയ്ഡിങ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ പല ഷെയ്ഡിങ്ങാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ മുടി വരയ്ക്കുമ്പോഴുള്ള ഷെയ്ഡിങ് അല്ല വേറൊരു വീട് വരയ്ക്കുമ്പോഴുള്ളത്. അപ്പോൾ അതിനൊക്കെ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ആർട്ട് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുക. പിന്നെ ഈ ഷെയ്ഡിങ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കൺട്രോൾ വരണ പെൻസിൽ അതിനാണ് ഇത് ചെയ്യിപ്പിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബോക്സ് വരച്ചിട്ട് ഇതുപോലെ എല്ലാ ഷെയ്ഡ്സും വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്ത് പഠിക്കാം. അപ്പോൾ 7B വെച്ചിട്ട് നമ്മൾ കളർ ചെയ്തു, ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ 6Bനേക്കാളും കുറച്ചും കൂടി ഡാർക്കായി കണ്ടു. നല്ല ഡാർക്കായി വരാനുണ്ടോ. ഇനി 8Bയും 10Bയും ഒക്കെ നല്ല ഡാർക്കറായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി 8Bയും 10Bയും കൂടി നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് നോക്കി നോക്കാം. അതുകൊണ്ട് പെൻസിലിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക ഏത് ഷെയ്ഡാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 8Bയും 10Bയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് രണ്ടും ഏറ്റവും ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സാണ്. അപ്പോൾ ഹെയർ ഷെയ്ഡ് ചെയ്യാൻ അതുപോലെ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ഇല്ലേ, ഇപ്പോൾ കൃഷ്ണമണിയുടെ ഉള്ളിൽ അങ്ങനെ
ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ചെയ്യാനായിട്ടാണ് ഈ 10B 8B അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഷാഡോസ്, ഇപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഷാഡോസ് ചെയ്യാൻ, പിന്നെ നല്ല ഡാർക്കറായിട്ടുള്ള പോർഷൻസ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 8B അതുപോലെ 10B പെൻസിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റാണ്, നമ്മൾ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്ന ഷെയ്ഡ്സാണ് 8Bയും 10Bയും ഒക്കെ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഷെയ്ഡ്സും ഇതുപോലെ ബോക്സ് വരച്ചിട്ട് നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഷെയ്ഡിങ്ങാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇനി ബ്ലെൻഡിങ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. മീൻസ് ഏതൊക്കെ ടൂൾസാണ് ബ്ലെൻഡിങ്ങിലുള്ള അതൊക്കെ നമുക്ക് ഇനി വഴിയെ പഠിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ഫുള്ള് ഇതുപോലെ സെയിം ഇതുപോലെ തന്നെ നീറ്റായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ. ഇനി വേറെ നമുക്കൊരു പെൻസിൽസ് ഉള്ളത് ചാർക്കോൾ പെൻസിൽസ് എന്ന് പറയും. ചാർക്കോൾ പെൻസിൽസ് എന്ന് വെച്ചാൽ ചാർക്കോൾ നമ്മൾ കരി കണ്ടിട്ടില്ലേ, ചാർക്കോൾ തന്നെയാണത്. മീൻസ് ചാർക്കോൾ പെൻസിൽസ് എന്ന് വെച്ചാൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഡാർക്കായിരിക്കും. ഇപ്പോൾ ഇതിൽ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ചേച്ചി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ നല്ല ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു പെൻസിലിൻ്റെ ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ ഇത് ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ ഇതിൽ ചാർക്കോൾ പെൻസിൽ സോഫ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. ചാർക്കോൾ പെൻസിൽ ഇതുപോലെ 3 തരത്തിലുണ്ട്: ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. ഇതിൽ മീഡിയം ഹാർഡ് എന്ന് വെച്ചാൽ ലൈറ്റ് ആയിരിക്കും, മീഡിയം എന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിരിക്കും. ഇതിപ്പോൾ സോഫ്റ്റാണ്. സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യണത്. അപ്പോൾ കണ്ടോ, നമ്മളിതിൽ ഓരോ വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൂളിനെ കുറിച്ച് പഠിക്കാം. നെക്സ്റ്റ് ആണ് പെൻസിൽസ് കഴിഞ്ഞു. ഇനി ഇറേസേഴ്സ്. അപ്പോൾ ഇറേസർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ യൂസ് ചെയ്യണ സാധാ ഇറേസർ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇറേസർ പെൻസിൽസ് ആണ്, പെൻസിൽ പോലത്തെ ഇറേസർ, അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ മോണോ സീറോ ഇറേസർ എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പെൻസിൽ വെച്ചതുപോലെ നമ്മൾ സാധാ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇറേസർ സാധാരണ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് സാധാരണ ഇതുപോലെ റബ്ബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ റബ്ബ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇറേസർ പെൻസിൽസ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ചില പോർഷൻസിൽ വൈറ്റ് ആയിട്ട് കൊടുക്കേണ്ട പോർഷൻസ് വരും. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ചെറിയ ലൈൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില പ്രിസൈസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ ഇറേസർ പെൻസിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മോണോസെറി ഇറേസർ ആയാലും സെയിം യൂസാണ്. കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കണം, ചില പോർഷൻസ് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പോർഷൻസ് റബ്ബ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഈ മോണോസീറോ ഇറേസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഷെയ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നെക്സ്റ്റ് ടൂളാണ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ബ്രഷസും ബ്ലെൻഡിങ് സ്റ്റമ്പൊക്കെ. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പല ഐറ്റംസ് യൂസ് ചെയ്യാം. ബ്ലെൻഡിങ് സ്റ്റമ്പ്, ബ്രഷ്, ടിഷ്യൂ പേപ്പർ, പിന്നെ ഈവൻ നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ എല്ലാ ടൂൾസും വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കി നോക്കാം. ജസ്റ്റ് അതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എല്ലാ ടൂൾസും നിങ്ങൾ പരിചയമായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ചുകൂടി ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് ഏരിയാസിൽ ഏത് ടൂൾസ് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ ബ്ലെൻഡായിട്ടുണ്ട്. കണ്ടോ, ആ സ്ട്രോക്സ് ഒന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ അത്രയ്ക്കധികം ബ്ലെൻഡ് ചെയ്യാറില്ല. പിന്നെ ചില പോർഷൻസ് ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പോർഷൻസ് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ബ്ലെൻഡിങ് സ്റ്റംപ്സ് പല സൈസിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊരു ബ്ലെൻഡിങ് സ്റ്റമ്പാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ സൈസിലുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പ് മുതൽ വലിയ സൈസിലുള്ള ബ്ലെൻഡിങ് സ്റ്റംപ്സ് വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കി നോക്കാം. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കൈ യൂസ് ചെയ്ത് നിങ്ങൾ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൈ യൂസ് ചെയ്ത് ചെയ്താലുള്ള കുഴപ്പം, നമ്മൾ ആ കൈ പിന്നെ ക്ലീൻ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ചും കൂടി ഒരു ഡേർട്ടി ആയിട്ടിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലെൻഡ് ആയിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തതാണ്. പിന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഹാൻഡ് യൂസ് ചെയ്തിട്ട്, പിന്നെ ഏറ്റവും കുറവ് ബ്ലെൻഡ് ആക്കുന്നത് ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്കൊരു ബുക്ക് വേണം, സ്കെച്ച് ബുക്ക്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഇതുപോലെ താഴെ നിങ്ങൾ പെൻസിൽസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബുക്ക് നോക്കിയിട്ട് വാങ്ങിക്കുക.
ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈസി ആവാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു റഫ് സർഫേസിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ ഒരു സ്ഥലം നല്ല പോയിൻറ്റഡ് ആയിട്ട് മറ്റേ സ്ഥലം ഇങ്ങനെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ കണ്ടോ ഈ ഒരു സൈഡ് വെച്ച് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ടുള്ള സ്ട്രോക്സ് കിട്ടും. അപ്പോൾ ഷെയ്ഡ് ചെയ്യാനൊക്കെ ഈ ഒരു പോർഷൻ വെച്ച് ചെയ്യാനാണ് നല്ലത്. പിന്നെ മറ്റേ പോർഷൻ വെച്ച് നോക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഭയങ്കര തിന്നായിട്ടുള്ള ലൈൻസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പല ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വെറുതെ ഒരു ട്രീ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് മറ്റേ തിക്കായിട്ടുള്ള പോർഷൻസ് ഷെയ്ഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മീൻസ് അതിൻ്റെ ലീവ്സ് വരയ്ക്കാനായിട്ട്, ഇനി ബ്രാഞ്ച് വരയ്ക്കാനായിട്ട് നമുക്ക് മറ്റേ തിന്നായിട്ടുള്ള സൈഡ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ആ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് കഴിയുമ്പോൾ റഫ് സർഫസിൽ നിന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോർഷൻ നല്ല ഇങ്ങനെ പരന്നു പോവും, മറ്റേ പോർഷൻ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ എല്ലാവരും. ഇനി ലാസ്റ്റായിട്ട് ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം. അപ്പോൾ പെൻസിൽ ഹോൾഡ് ചെയ്യേണ്ട പൊസിഷൻ കണ്ടോ, ഇനി ഒരു 2 ലൈൻസ് വെച്ച് നോക്കി നോക്കാം. എന്നിട്ട് ആ ഒരു പൊസിഷനിൽ വേണം നിങ്ങൾ എപ്പോഴും പെൻസിൽ ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എപ്പോഴും വരച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ.